മലയാള സിനിമയിൽ എല്ലാ മേഖലയിലും കൈവച്ച ഒരു അഭിനേത്രി ഗാനരംഗത്തിലൂടെ തുടക്കം കുറിച്ച് മൂലധനം എന്നുള്ള തോപ്പിൽ ഭാസിയുടെ സിനിമയിലൂടെയാണ് കലാരംഗത്തേക്ക് വരുന്നത്. പിന്നീട് നിരവധി നാടകങ്ങളുടെ ഭാഗമായി പിന്നീട് സിനിമയിൽ അപ്രപാളികളിൽ വിസ്മയം സൃഷ്ടിച്ച അഭിനേത്രിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സുധീഷ് ഗോപാൽ കൂടി ചേരുകയാണ്. സുധീഷ് അവിടെ ആശുപത്രിയിലാണുള്ളത്. സുധീഷ് ഇപ്പോൾ മോർച്ചറിയിലാണ് ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്കും നിരവധി ആൾക്കാർ തന്നെയാണോ എത്തിക്കൊണ്ടിരിക്കുന്നത്? മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ് അവിടെ നിന്നും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്ന? കെ.പി. സുരേഷ് അല്പസമയത്തിനുള്ളിലെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയുള്ളൂ. ഇപ്പോൾ ICUവിൽ നിന്നും ഡ്രസ്സിംഗ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം മോർച്ചറിയിലേക്ക് ഇന്ന് മൃതദേഹം മാറ്റും. നാളെ രാവിലെ 8 മണിയോടെ ഇവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കും. 9 മണി മുതൽ കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുക. 12 മണി വരെ പൊതുദർശനം നീളും. അതിനുശേഷം ആലുവ പറവൂരിലെ വീട്ടിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് തുടർ ചികിത്സയ്ക്കും പരിശോധനകൾക്കും കവിയൂർ പൊന്നമ്മയെ എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ മെയ് മാസമാണ് അർബുദ രോഗമാണെന്ന് സ്ഥിരീകരിച്ച് അതിനുശേഷം ചികിത്സയിലായിരുന്നു. അസുഖം വഷളായതിനെ തുടർന്നാണ് ഈ സെപ്റ്റംബർ 3-ാം തീയതി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പം ശമനമുണ്ട് എന്ന് കേട്ടിരുന്നെങ്കിൽ കൂടിയും പിന്നീട് നില വഷളാവുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5:30ഓടെയാണ് മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ദിലീപ്, അതോടൊപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണൻ, ജോമോൾ തുടങ്ങി നിരവധി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ പേർ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം നാളെ പൊതുദർശനത്തിന് വെക്കുമ്പോഴായിരിക്കും കൂടുതൽ പേർ കവിയൂർ പൊന്നമ്മയ്ക്ക് യാത്രാമൊഴിയേകുന്നതിനായി എത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.പി. സുരേഷ് പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീട് പൊതുദർശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളടക്കം സുരേഷ് പങ്കുവയ്ക്കുകയുണ്ടായി. ഒപ്പം ഈ ഒരു വാർത്ത കേട്ട ഉടൻ തന്നെ മലയാള സിനിമയിലെ നിരവധി പേരാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഇനിയും നിരവധി പേരാണ് അവിടേക്ക് എത്തിച്ചേരുക. ഒപ്പം സാധാരണക്കാരായ ആസ്വാദകരടക്കം ആരാധകരടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? കെ.പി. സുരേഷ്, ഇപ്പോഴും ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് ജോമോൾ എത്തിയത്. ഇപ്പോൾ മറ്റൊരു നടി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുമ്പ് ദിലീപ് എത്തിയിരുന്നു, ബി ഉണ്ണികൃഷ്ണൻ എത്തിയിരുന്നു. ഈ രീതിയിൽ സിനിമാ മേഖലയിലെ സമസ്ത മേഖലയിലുമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കാണുക എന്നതാണ് ഇവർ തിടുക്കത്തിൽ എത്തുന്നതിനുള്ള ഒരു കാരണം. 5:30-ക്ക് മരിച്ചതാണ്. ഇത് വിവരം പുറത്തേക്ക് വരുമ്പോഴേക്കും തന്നെ മറ്റ് സ്ഥിരീകരണമെല്ലാം വരുത്തി വാർത്ത പുറത്തേക്ക് വരുമ്പോഴേക്കും തന്നെ 6:30 ആയിരുന്നു. അതിന് ശേഷമാണ് ആൾക്കാർ കൂടുതൽ ഇവിടേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയത്. ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. 2022-ന് ശേഷം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതുവരെയും നമുക്ക് നൽകിയ സംഭാവനകൾ, സിനിമാ മേഖലയിലേക്കായാലും നമുക്ക് പ്രേക്ഷകർക്ക് ആയാലും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. 2022-ൽ പുറത്തിറങ്ങിയ കണ്ണാടിയായിരുന്നു അവസാനമായി അഭിനയിച്ച ചലച്ചിത്രം. പാടി അഭിനയിച്ചും എല്ലാം തന്നെ നമുക്ക് സിനിമയ്ക്കും വലിയ സംഭാവന നൽകിയതാണ്. തീർത്ഥയാത്ര എന്ന സിനിമയിലായിരുന്നു പാടി അഭിനയിച്ചത്. നാടകരംഗത്തും ഒരു ഗായികയായി എത്തി പിന്നീട് നടിയായി മാറി തോപ്പിൽ ഭാസിയുടെ ശിക്ഷണത്തിൽ കൂടുതൽ സജീവമാവുകയും പിന്നീട് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് വരികയും ചെയ്തു. സത്യൻ, മധു തുടങ്ങിയ ആദ്യകാല നടന്മാരുടെ അമ്മമാരായി തുടങ്ങി ഇങ്ങ് വന്ന് ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയതായി വന്ന താരങ്ങളുടെ വരെ അമ്മയും അമ്മൂമ്മയുമായൊക്കെ അഭിനയിച്ച് മലയാളത്തിൽ നിറസാന്നിധ്യമായി ഒരു കേരളീയത തുളുമ്പുന്ന ഒരു അമ്മയായി നിന്ന, കേരളത്തിലെ അമ്മയെന്ന് പറയുമ്പോൾ തന്നെ ആ വേഷത്തിന് ഏറ്റവും യോജിച്ചതെന്ന് ആരും കരുതിപ്പോകുന്ന ഒരു